ഇന്നത്തെ അഖിലേന്ത്യാ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള ഈ ആശയമണ്ഡലത്തിലേക്ക് സ്വന്തം നിലപാടുകൾ തിരികെ കയറ്റാനുള്ള പരിശ്രമം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായി നടക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ ഉന്നത വിദ്യാ കേന്ദ്രങ്ങളെയും കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുന്ന വിധത്തിൽ താക്കോൽ സ്ഥാനങ്ങളിലൊക്കെ അവരുടെ ഐഡിയോളജിയെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകളെ വയ്ക്കുക എന്നുള്ളത് ഉണ്ട്. അതുമാത്രമല്ല, ആ ആശയഗതിയിലേക്ക് രാജ്യത്തെ നയിക്കാനുള്ള ശ്രമമുണ്ട്. കാരണം രാഷ്ട്രീയ അധികാരത്തിൽ നിൽക്കാൻ ഏറ്റവും എളുപ്പ വഴി ആശയപരവും പ്രത്യയശാസ്ത്രപരവുമായിട്ട് ജനങ്ങളെ സ്വാധീനിച്ചുകൊണ്ട് അതിലൂടെ രാഷ്ട്രീയ അധികാരത്തിൽ നിലനിൽക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഒരു മതാധിഷ്ഠിത കാഴ്ചപ്പാടാവുമ്പോൾ ജനങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറി ചെല്ലാൻ എളുപ്പമാണ്. കാരണം അത് നിലനിൽക്കുന്ന വ്യവസ്ഥയുടെ ഭാഗമാണല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ അന്ധവിശ്വാസ ജടിലവും അനാചാരങ്ങൾ നിറഞ്ഞതുമായിട്ടുള്ള ഒരു ഭൂതകാലത്തിലേക്കാണ് ഇന്ത്യയെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. കക്ഷി രാഷ്ട്രീയത്തിൻ്റെ വിഷയം മാത്രമല്ല അത് ഐഡിയോളജിക്കലായിട്ടുള്ള ആശയപരമായിട്ട് ഇന്ത്യയെ പിറകോട്ട് വലിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അന്ധവിശ്വാസ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് കൊറോണയുടെ സമയത്ത് ഗോമൂത്രം കുടിക്കുക, ചാണകം കഴിക്കുക, അതൊക്കെയാണ് പ്രതിവിധി എന്ന് പറയുക. പിന്നെ പല കാര്യങ്ങളിലും അശാസ്ത്രീയമായ കാര്യങ്ങൾ പറയുക. IIT പ്രൊഫസേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ. അങ്ങനെ ശാസ്ത്ര പഠനം എന്ന് പറയുന്നത് തന്നെ കഴുത്ത് പിടിച്ച് ഞെരിച്ചില്ലാണ്ടാക്കുന്ന സ്ഥിതിയാണ്. ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ സത്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. പീരിയോഡിക് ടേബിൾ ഇല്ലാണ്ടാക്കി. പിന്നെ എങ്ങനെയാണ് പീരിയോഡിക് ടേബിൾ ഇല്ലാതെ ശാസ്ത്രം പഠിക്കാൻ പറ്റുക? തിയറി ഓഫ് എവല്യൂഷൻ ആധുനിക ശാസ്ത്രത്തിൻ്റെ മൂലക്കല്ലാണ്. അപ്പോൾ തിയറി ഓഫ് എവല്യൂഷൻ പഠിപ്പിക്കേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ പഠിപ്പിക്കുക? വിരാട് പുരുഷനിൽ നിന്നാണ് ഉണ്ടായതെന്നാവും പഠിപ്പിക്കണേ. അപ്പോൾ പിന്നെ ചാതുർവർണ്ണ്യത്തിന് ചേരുന്ന നിലയിലായിരിക്കുമല്ലോ മനുഷ്യരുടെ രൂപീകരണം, അല്ലേ, പരിണാമം. അപ്പോൾ ആ നിലയിലൊക്കെയുള്ള ആശയഗതിക്ക് ശക്തി പ്രാപിക്കാൻ കഴിയുന്ന വിധത്തിൽ വളക്കൂറുള്ള മണ്ണാക്കി മാറ്റാണ് നമ്മുടെ യൂണിവേഴ്സിറ്റികളെ. ഞാൻ JNUവിൽ പഠിച്ചതാണ്. അവിടെയൊക്കെ ജനാധിപത്യപരമായിട്ടുള്ള നിലയിലാണ് കാര്യങ്ങൾ മുൻകാലങ്ങളിൽ പോയിക്കൊണ്ടിരുന്നത്. വളരെ തുറന്ന സംവാദങ്ങളായിരുന്നു, വളരെ ഫെർട്ടൈൽ ഡയലോഗ് നടക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു. അവിടെയൊക്കെ ഇപ്പോൾ വളരെ ഏകമുഖമായ രീതിയിലാണ് കാര്യങ്ങൾ. അമിതാധികാര സ്വേച്ഛാധിപത്യ പ്രവണതകൾ എന്നൊക്കെ നമ്മൾ പറയുന്നത് കൃത്യമായ നിലയിൽ അനുഭവിക്കുന്നവരായിട്ട് മാറുകയാണ് അവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളൊക്കെ. എൻ്റെ സൂപ്പർവൈസറായിരുന്ന ഫ്രാൻസൺ മന്നളി മരിച്ചുപോയി. ഇപ്പോൾ അദ്ദേഹമൊക്കെ ഹൃദയം നൊന്താണ് പറഞ്ഞത്. അദ്ദേഹം ഒരു പൊളിറ്റിക്കലി ആക്റ്റീവായ ആളൊന്നുമല്ല, പക്ഷേ അക്കാദമിക് പ്രവർത്തനങ്ങളെ പോലും നിർദ്ദയം ചവിട്ടിമെതിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ആ അന്തരീക്ഷത്തിൽ കേരളത്തിലെ സർവകലാശാലകളെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ കടമയാണ്. പ്രത്യേകിച്ച് മതനിരപേക്ഷതയുടെ അന്തരീക്ഷം ക്യാമ്പസുകളിൽ അനിവാര്യമാണ്. ഇന്ത്യയെ പോലെ ഒരു രാജ്യത്ത് വലിയ ഡൈവേഴ്സിറ്റിയാണ്, പ്ലൂറലായിട്ടുള്ള ഒരു സൊസൈറ്റി. അവിടെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കേന്ദ്രീകരണത്തിനും ഹോമോജനൈസേഷനും ഒക്കെ ശ്രമങ്ങൾ നടക്കുമ്പോൾ നമ്മളതിനെ പ്രതിരോധിക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ സാമൂഹ്യ നീതിയുടെ പ്രീ കണ്ടീഷനാണ്, മുന്നുപാധിയാണ് മതനിരപേക്ഷത എന്നുള്ളത്, ഇന്ത്യയിൽ പ്രത്യേകിച്ചും. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ സർവകലാശാലകളെ സെക്യുലറാക്കി നിർത്തുക, അതോടൊപ്പം തന്നെ അവയുടെ സാമൂഹ്യനീതി സങ്കല്പനങ്ങളും ശാസ്ത്രാഭിമുഖ്യവും ഒക്കെ നിലനിർത്തുക, അതിൻ്റെ ഭാഗം കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രതിരോധ ശ്രമങ്ങൾ. ഇതൊരു റെസിസ്റ്റൻസ് ആണ്, സാപ്രണൈസേഷൻ ഡ്രൈവിനെതിരെയുള്ള ഒരു റെസിസ്റ്റൻസിന്റെ ഘട്ടത്തിൽ കൂടിയാണ് സംസ്ഥാനം കടന്നു പോകുന്നത്. സംസ്ഥാനം മാത്രമല്ല, ഇന്ത്യയൊട്ടാകെ അങ്ങനെ കടന്നു പോവാണ്. പ്രതിപക്ഷ നിലയിലുള്ള, അതായത് കേന്ദ്ര ഭരണാധികാരികൾക്ക് എതിരായ നിലയിലുള്ള നിലപാടുകളുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഇക്കാര്യത്തിൽ ഏകാഭിപ്രായമാണ്. ജോയിൻറ്റ് പ്ലാറ്റ്ഫോമുകൾ ഈ ഒരു ആശയരംഗത്തെ ഇൻഫിൽട്രേഷനെതിരായിട്ട് ശക്തമായിട്ട് രൂപപ്പെടുന്നുണ്ട്. UGCയെ സമർത്ഥമായിട്ട് ഉപയോഗിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ്. UGCയെ നിർബന്ധപൂർവം അടിച്ചേൽപ്പിക്കുന്ന റെഗുലേഷനുകൾ ഇറക്കാനുള്ള ഒരു ബോഡിയാക്കി മാറ്റിയിരിക്കുകയാണ്. പഴയ കാലത്ത് മുൻകാലത്തൊക്കെ വളരെ വിശാലമായിട്ടുള്ള ഗൈഡ് ലൈൻസാണ്
തന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ റെഗുലേഷൻസ് ആണ്. എന്നിട്ട് ഇത് പാലിച്ചില്ലെങ്കിൽ നിങ്ങൾ ഈ നിലയിലുള്ള ശിക്ഷ ഏറ്റുവാങ്ങും. പ്യൂണിറ്റീവ് മെഷേഴ്സാണ്. സർവകലാശാലകളുടെ അംഗീകാരം കളയും, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അനുവാദം നൽകില്ല. അങ്ങനെയൊക്കെയുള്ള പല ബാലിശമായ സമീപനങ്ങൾ UGCയുടെ ഭാഗത്തുനിന്ന് കൊണ്ടുവരികയാണ്. ഇപ്പോൾ UGCയെ ഒരു ആയുധമാക്കി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കേന്ദ്രീകരണ പരിശ്രമങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ വിജിലൻ്റ് ആയിരിക്കണം. അതിൽ ഈ സ്റ്റേറ്റുകൾക്ക് എത്രത്തോളം അതിനകത്ത് ഫൈറ്റ് ചെയ്യാൻ കഴിയും ഇത്തരം വിഷയത്തിൽ? സ്റ്റേറ്റുകൾക്ക് എത്രത്തോളം ഫൈറ്റ് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ എത്രത്തോളം പറ്റുമോ അത്രത്തോളം വേണമെന്നുള്ളതാണ്. നമ്മുടെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയോ ഈ ഒരു തലമുറയ്ക്ക് വേണ്ടിയോ കൂടിയല്ല, നാളത്തെ തലമുറയ്ക്ക് വേണ്ടി കൂടിയാണ്. ഇന്ത്യയായിട്ട് നിലനിൽക്കണമല്ലോ. ഈ നാടിന് സമാനതകളില്ലാത്തൊരു ദേശീയ പ്രസ്ഥാനം ഉണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ രാജ്യത്തെ അങ്ങേയറ്റം ഡൈവേഴ്സ് ആയിട്ടുള്ള ജനതയെ മുഴുവൻ അത് ഒരു നൂലിൽ കൊരുത്ത പോലെ കൊണ്ടുപോയാലോ, അതൊരു വലിയ വിജയമല്ലേ. അപ്പോൾ അതിന് എങ്ങനെ കഴിഞ്ഞു? അതിന് കഴിഞ്ഞത് തീർച്ചയായും പരസ്പര ബഹുമാനത്തോട് കൂടിയിട്ടുള്ള സഹവർത്തിത്വത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. മഹാത്മാഗാന്ധി വളരെ ബുദ്ധിയുള്ള ആൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഉപ്പിനെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് ഒരു പ്രതീകമായിട്ട്. കാരണം എല്ലാവരും ഉപയോഗിക്കുന്നതാണല്ലോ അത്. അപ്പോൾ ആ നിലയിലുള്ള ഒരു വിശാല കാഴ്ചപ്പാടുണ്ടായിരുന്ന ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് പോയ രാജ്യത്ത് ഇപ്പോൾ വലിയ രീതിയിലുള്ള ശിഥിലീകരണ പ്രവണതകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നാളെ നമ്മുടെ കുട്ടികൾ ഏത് രൂപത്തിൽ, ഇപ്പം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ നോക്കുമ്പോൾ ആ ഒരു വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എത്ര മോശമായ രീതിയിലാണ് അത് മനുഷ്യരെ രൂപപ്പെടുത്തുന്നത് എന്നുള്ളത്. കേരളത്തിൽ തന്നെ എത്ര ഹൃദയപൂർവമായിട്ടുള്ള ബന്ധങ്ങളായിരുന്നു മതങ്ങൾക്കപ്പുറത്തേക്ക് മനുഷ്യർ തമ്മിലുണ്ടായിരുന്നത്. അതാണ് ഒരു നാടിൻ്റെ ഏറ്റവും വലിയ സംസ്കൃതമായ ഒരു നാടിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ മനുഷ്യർ പരസ്പരം ഉൾക്കൊണ്ടു പോകാനുള്ള ഒരു കഴിവുണ്ടാവണം. ടീച്ചർ, മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത. തൃശ്ശൂരിനെ സംബന്ധിച്ച് പല കാര്യത്തിലും ആദ്യത്തെ വനിതയാണ് ടീച്ചർ. അത് തൃശ്ശൂരിൻ്റെ ആദ്യത്തെ വനിതാ മേയറാണ്, ഇരിങ്ങാലക്കുടയുടെ ആദ്യത്തെ വനിതാ MLA ആണ്, തൃശ്ശൂരിൻ്റെ ആദ്യത്തെ വനിതാ മന്ത്രിയാണ്. ഈ ആദ്യത്തെ വനിത എന്ന ഒരു പൊസിഷൻ വരുന്നത് ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ, അതോ അതൊരു ദുർഘടമാക്കുകയാണോ ചെയ്യുന്നത്? അത് അങ്ങനെ സ്ത്രീ പുരുഷൻ എന്നുള്ള ഒരു രീതിയിൽ വളർന്ന ഒരാളല്ല ഞാൻ. കുട്ടിക്കാലം മുതൽ 2 ചേട്ടന്മാരാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു അതൊക്കെ അവരോടൊപ്പം ചെയ്ത് വളർന്നതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു വനിത എന്നുള്ള നിലയ്ക്ക് ഇന്നത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ എന്നാൽ അതേസമയം തന്നെ കടുത്ത പുരുഷ മേധാവിത്വ മൂല്യങ്ങൾ നിലനിൽക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഞാൻ മേയറൊക്കെ ആയിരിക്കുമ്പോൾ ഒരുപാട് പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും ഒക്കെ അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന് പ്രധാനമായിട്ടും കാരണം ഞാനൊരു വനിതയാണ് എന്നുള്ള കാര്യം തന്നെയായിരുന്നു. അതിൻ്റെ പേരിൽ ഒരുപാട് അധിക്ഷേപം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. നല്ല നല്ല പദ്ധതികൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് സ്വീകരിക്കപ്പെടാതിരിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് അട്ടിമറിക്കുന്നതിന് വേണ്ടി ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂർ പോലുള്ള ഒരു പട്ടണത്തിൻ്റെ കേന്ദ്രത്തിൽ വലിയ രീതിയിലുള്ള ഒരു മേധാവിത്വ കൺസോളിഡേഷനുള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ആ സന്ദർഭത്തിലൊക്കെ ഈ പുരുഷ മേധാവിത്വ മൂല്യങ്ങളുടെ ഒരു ആഘാതശേഷി നല്ലതുപോലെ തിരിച്ചറിയാൻ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്പം നിങ്ങൾ പറഞ്ഞത് ശരി തന്നെ. ആ നിലയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ ഏതെങ്കിലും ഒരു മേഖലയിൽ സ്ത്രീ എന്നുള്ള നിലയ്ക്ക് മാറി നിൽക്കാൻ ശ്രമിച്ചിട്ടില്ല. പരമാവധി എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ തന്നെയാണ് ശ്രമിച്ചിട്ടുള്ളത് ആദ്യം മുതൽ. ടീച്ചർ ഈ ഇപ്പം അതിൽ ചോദിച്ചതിൻ്റെ ഒരു തുടർച്ചയാണ്. ഈ ടീച്ചർ സ്ത്രീ എന്നുള്ള നിലയിൽ എന്നുള്ളതല്ല. ടീച്ചറിന് SFIയുടെ ഒരു പാരമ്പര്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് പാർട്ടിയുടെ ഇതുണ്ട്. പക്ഷേ മേയർ ആകുമ്പോഴും പിന്നീട് MLA ആകുമ്പോഴും കോളേജിലെ പ്രിൻസിപ്പളിൻ്റെ ഇതാകുമ്പോഴും എല്ലാം വന്നത് ഒരു CPM നേതാവിൻ്റെ ഭാര്യ എന്നുള്ളതായിരുന്നു. അത് എങ്ങനെയാണ്? അത് എന്ന് പറഞ്ഞാൽ ടീച്ചറിൻ്റെ ഒരു വ്യക്തിത്വത്തെ മറയ്ക്കുന്ന രീതിയിലായിരുന്നു ഇത്തരം മുഴുവൻ സാധനങ്ങളും വരുന്നത്. അത് ഈ എതിർ രാഷ്ട്രീയക്കാരുടെ നിക്ഷിപ്ത താല്പര്യങ്ങളുടെ ഭാഗമായിട്ടും പുരുഷ മേധാവിത്വ സമൂഹത്തിൻ്റെ സ്ത്രീവിരുദ്ധ കാഴ്ചപ്പാടുകളുടെ ഭാഗമായിട്ടൊക്കെ വരുന്ന ഒരു കാര്യമാണ്.
ഇപ്പോൾ ചീഫ് സെക്രട്ടറിയെ കുറിച്ച് പറഞ്ഞതായിട്ട് അവർ പറഞ്ഞില്ലേ, അവരുടെ ഭർത്താവായിരുന്നു മുൻഗാമി എന്നുള്ളത് കൊണ്ട് അദ്ദേഹമായിട്ട് താരതമ്യം ചെയ്ത് പറയുന്നു എന്നുള്ളത്. അതിപ്പോൾ കേരളത്തിൻ്റെ എത്ര പുരോഗമന മുഖം പറഞ്ഞാലും ഈ ജെൻഡർ ആസ്പെക്റ്റിലൊക്കെ ഒരു നൂറ്റാണ്ട് മുൻപ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറഞ്ഞ ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. പക്ഷേ ഇപ്പോഴും നമ്മൾ പോയ വഴി കൂടെ കുറച്ച് തിരിച്ച് നടക്കല്ലേ എന്ന് സംശയം തോന്നുന്ന രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ പൊതുമണ്ഡലത്തിൽ പോലും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ കുറേ കാലഹരണപ്പെട്ട ആശയങ്ങൾ ഇപ്പോഴും ആളുകളുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണം. എൻ്റെ ഭർത്താവുമായി ബന്ധപ്പെടുത്തി എന്നെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹം ലോകസഞ്ചാരിയായിട്ട് നടക്കുന്ന ഒരാളാണ്. ഞങ്ങൾ അപൂർവമായിട്ടാണ് കണ്ടുമുട്ടുന്നത് കൂടി. ഞാൻ SFIയിൽ വന്ന SFI കൂടെയാണ് ഞങ്ങൾ പരിചയപ്പെട്ടതും ഒക്കെ തന്നെ. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വഴിയിലേക്കൂടെ നടക്കുന്നു, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വഴി കൂടെ നടക്കുന്നു. MLA ആയിട്ടൊക്കെ ഞാൻ മത്സരിക്കുന്നത് എൻ്റെ ജില്ലയിലെ ഏറ്റവും സീനിയറായിട്ടുള്ള മഹിളാ പ്രവർത്തകയാണ് ഞാൻ. അതായത് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. എൻ്റെ ജില്ലയിൽ നിന്ന് ഞാൻ മാത്രമേ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ളൂ. ഇപ്പം നിലവിലുള്ളതിൽ ജില്ലാ കമ്മിറ്റിയിൽ വന്ന ആദ്യത്തെ, ഇപ്പം ഉള്ളവരിൽ ഏറ്റവും ആദ്യം വന്ന ആളാണ്. അപ്പോൾ ആ നിലയിലൊക്കെ ഏതെങ്കിലും സ്ത്രീ മത്സരിക്കണം എന്നുള്ള സ്ഥിതി വരുമ്പോൾ ഇതൊക്കെയാണല്ലോ പരിശോധിക്കുക. തന്നെയല്ല, ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ അവിടെ ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ. എൻ്റെ അച്ഛൻ അവിടെ വളരെ മാതൃകാപരമായിട്ട് പൊതുപ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാളാണ്. ഒരുപാട് ആളുകളുടെ മനസ്സിൽ ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് കൂടിയാണ് ഞാൻ അവിടെ ജയിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ അവിടെ മത്സരിക്കാൻ ഏറ്റവും മത്സരക്ഷമതയുള്ള സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എൻ്റെ ജില്ലക്കാർ നിർദ്ദേശിച്ച പേരാണ് എൻ്റെത്. ഓരോ മണ്ഡലത്തിലും ആര് മത്സരിക്കണമെന്ന് ജില്ലാ കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. 2008 പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ വന്നു ഞാൻ. 45 വർഷത്തെ പൊതുപ്രവർത്തന പാരമ്പര്യമുണ്ട്. 18 വയസ്സിൽ സിൻഡിക്കേറ്റ് അംഗമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സിൻഡിക്കേറ്റ് അംഗമാണ് ഞാൻ. ആ സന്ദർഭം എനിക്ക് വലിയൊരു പാഠശാലയായിരുന്നു. യൂണിവേഴ്സിറ്റിയിൽ സെനറ്റ് അംഗം എന്നുള്ള നിലയിൽ 1 വർഷവും സിൻഡിക്കേറ്റ് അംഗം എന്നുള്ള നിലയ്ക്ക് 2 വർഷവും ഞാൻ പ്രവർത്തിച്ചു. മുതിർന്ന ഒരുപാട് ആളുകളിൽ നിന്ന് ഒരുപാട് മാതൃകകൾ ഉൾക്കൊള്ളാനൊക്കെ പറ്റിയ ഒരു സന്ദർഭമാണ്. എൻ്റെ പഠനകാലത്ത് നല്ല നിലയിൽ നാനാമുഖമായ പരിശീലനം കിട്ടിയ ഒരാളാണ് ഞാൻ. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിലും പ്രവർത്തിച്ചു, SFIയിലും പ്രവർത്തിച്ചു. അത് ഈവൻ നമ്മുടെ പാർട്ടിക്കകത്തും ജെൻഡർ ബേസ് ഇല്ലേ? ടീച്ചർ തന്നെ ഇപ്പൊ പറഞ്ഞ പോലെ 2008 ജില്ലാ കമ്മിറ്റിയിൽ വന്നിട്ട് സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് വരാൻ 2025 വരെ കാത്തിരിക്കേണ്ടി വരും. അത് ഞാൻ ജോലിയും കൂടി ചെയ്തിരുന്നല്ലോ. ഫുൾ ടൈമറായിട്ട് ഒരാൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. 2 പേരും കൂടി ഫുൾ ടൈമറായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഒരു കുടുംബവും കുട്ടിയും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ തയ്യാറായിരുന്നു. എന്നോടാരും പറഞ്ഞില്ല ഫുൾ ടൈമറായി പ്രവർത്തിക്കണം എന്നുള്ളത്. പക്ഷേ ഒരു ഫുൾ ടൈമർ ചെയ്യുന്ന ജോലിയൊക്കെ, എൻ്റെ ജോലി കോളേജ് അധ്യാപിക എന്നുള്ള ജോലി നല്ല വെടുപ്പായി ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ ജില്ലാ കമ്മിറ്റി മെമ്പർ എന്നുള്ള ചുമതലയും ഒരു ഫുൾ ടൈമറേക്കാൾ ഭംഗിയായിട്ട് തന്നെ നിറവേറ്റിയിട്ടുണ്ട്.